പേര് റീന. ഇത് എൻ്റെ ഹസ്ബൻഡാണ്, റോയി ആൻ്റണി. എൻ്റെ ഹസ്ബൻഡിന് 2022 ഏപ്രിൽ 28 രാവിലെ 9:30 മണി സമയത്ത് പുള്ളിക്കാരൻ ഒരു സ്പൈസസ് കമ്പനിയുടെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഷീറ്റ് വർക്കിൻ്റെ വർക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 26 അടി പൊക്കത്തുനിന്ന് താഴേക്ക് വീഴുകയും നെഞ്ചിൻ്റെ വാരിയല് 8 എണ്ണം ഇടത്ത് സൈഡിലെ പല കഷണങ്ങളായി പൊട്ടിപ്പോവുകയും ഇടത്ത് വശത്തെ ഒരു വാരിയല്ലും അതുപോലെ ഇടുപ്പല്ല് പൊട്ടി അകന്നു മാറുകയും ചെയ്തു. തുടയെല്ല് 2 കാലിൻ്റെയും തുടയെല്ലും പൊട്ടി. ഈ നെഞ്ചിൽ പൊട്ടിയപ്പോൾ അത് ലെൻസിൽ ചെന്ന് കുത്തിക്കൊള്ളുകയും ലെൻസ് പൊട്ടിപ്പോവുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വെൻറ്റിലേറ്ററിലാക്കി. അപ്പോൾ 4 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നു. പുള്ളി കണ്ണൊന്നും തുറക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. മരിച്ച ആളെപ്പോലെ തന്നെയാണ് കിടക്കുന്നത്. മകൻ മാത്രം കൂടുണ്ട്. ഞാൻ ഈ വിവരമൊന്നും അറിഞ്ഞില്ല. വെൻറ്റിലേറ്ററിലാണ് കിടക്കുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നോട് മകൻ പറഞ്ഞു, മമ്മി പപ്പായിയുടെ കൈ ഷീറ്റ് കൊണ്ട് മുറിഞ്ഞു, അങ്ങനെ കുറച്ച് ഇൻഫെക്ഷനൊക്കെ ഉണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കോ, മമ്മി ഇങ്ങോട്ട് വരുമോ, ഒന്നും വേണ്ട, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, മമ്മി മാതാവിനോട് കൊന്ത എത്തിച്ച് പ്രാർത്ഥിര്, ദൈവത്തോട് പറ, അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുന്നേ, മമ്മി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു മിക്കവാറും ഈ പുള്ളി വർക്ക് ചെയ്യുന്ന സമയത്ത് ബീമിലൊക്കെ അടിച്ച് തലയൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യും, ഇടയ്ക്കൊക്കെ 3-4 സ്റ്റിച്ചൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിൽ വരികയും ചെയ്യും. അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചേ. എന്നിട്ട് എനിക്കൊരു സമാധാനമില്ല. മോള് കോളേജിൽ പോയി. മോൻ പുള്ളിയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന സൈറ്റിലുണ്ടായിരുന്നു. മെഷീൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. കുഞ്ഞു മെഷീനുമായിട്ടാണ് അവിടെ ചെന്നത്. ആ സമയത്താണ് പുള്ളി താഴെ വീഴുന്നത് മോൻ കണ്ടുകൊണ്ട് നിൽക്കുകയുമാണ്. അപ്പം ഞാനും എൻ്റെ കൊച്ചു മോനും കൂടി ഇരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവേ, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, എന്ത് സംഭവിച്ചാലും എൻ്റെ ഭർത്താവിനെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓടി ഹോസ്പിറ്റലിൽ ചെന്ന് എന്തായാലും ഉടമ്പടി തൈലവും കാശ് രൂപവും ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുപോയി. ഞാൻ മോനെ കണ്ടു. അവനെ ICUലോട്ട് വിളിക്കുന്നു. അവിടെ അവനെ കാണാൻ പറ്റിയില്ല. എന്നിട്ടും അവൻ എൻ്റെ അടുത്ത് ഓടി വന്നു. ഞാൻ പറഞ്ഞു, മോനെ ഈ തൈലം എന്തായാലും മോൻ പപ്പാടെ നെറ്റിക്ക് തൊട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. മമ്മി അതൊന്നും കയറാനൊന്നും പറ്റത്തില്ല, അവർ നമ്മളെ കയറ്റത്തില്ല, പപ്പ അവിടെ അവർ കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം മോന് വൈകിട്ട് ഡോക്ടർ പറഞ്ഞു ഇതുപോലെ വന്ന് കയറി കണ്ടോളാം. അപ്പോൾ കുഞ്ഞ് ഉടനെ ചോദിച്ചു, ഡോക്ടറെ ഒരു ബ്ലസ് ചെയ്ത ഓയിലുണ്ട്, അത് ഞാൻ എൻ്റെ പപ്പാടെ നെറ്റിക്കൊന്ന് തേച്ചോട്ടേന്ന് ചോദിച്ചപ്പോൾ മോൻ എന്ത് വേണേലും ചെയ്തോ എന്ന് പറഞ്ഞു. കാരണം ജീവൻ പോയ കിടക്കുന്ന മനുഷ്യനെ എങ്ങനെ ജീവനോട് കൊണ്ടുവരാനാണ്? മാതാവ് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ഈ നിലയിൽ ഇവിടെ എത്തിച്ച് തന്നേക്കുന്നത്. ഓക്സിജൻ ലെവൽ 3 മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം എങ്ങനെയാണ് 3 കിടക്കുന്ന ആളിനെ കിട്ടുന്നതെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചിവിടെ ഞങ്ങൾക്ക് ജീവനോട് തന്നെ ഞാൻ വന്ന് അമ്മ മാതാവിന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഭർത്താവിനെ തിരിച്ച് മാതാവും തിരുക്കുമാരനും തന്നു. മോൻ പറഞ്ഞു 3-ാമത്തെ ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു, അനക്കൊന്നുമില്ല. 4-ാമത്തെ ദിവസമായപ്പോൾ എൻ്റെ കുഞ്ഞ് ഉപവസിച്ച് നിൽക്കുകയാണ്. അവൻ്റെ ശരീരം പപ്പാടെ ശരീരം എവിടൊക്കെയാണോ പൊട്ടിയേക്കുന്നത് അവിടെ എല്ലാം ഉടമ്പടി തൈലം തേച്ച് അവൻ്റെ ശരീരം ആക്കി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ലാസറിനെ ഉയർപ്പിച്ച കർത്താവിന് എന്തുകൊണ്ട് എൻ്റെ പപ്പായെ ഉയർപ്പിച്ച് തരാൻ പറ്റില്ല എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവും തിരുക്കുമാരനും എൻ്റെ ഹസ്ബൻഡിനെ ഞങ്ങൾക്ക് ജീവനോട് വന്ന് തന്നു. ഇപ്പം 8 മാസം ആവാറായി. ഇപ്പം പുള്ളിക്കാരന് എന്താ പറയുക, ഡോക്ടർമാർ കൈയൊഴിഞ്ഞതാണ്. കാരണം അവർ പറഞ്ഞ ഇനി രക്ഷയില്ല, നിങ്ങളെ സെക്കൻഡ് ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒട്ടും ഞങ്ങൾ മാതാവിനെയും തിരുക്കുമാരനെയും വിട്ടില്ല. എത്രയും മുറുകെ പിടിക്കാമോ അത്രയും മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. 4-ാം ദിവസം പുള്ളിയുടെ കണ്ണ് തുറന്നപ്പോൾ പുള്ളി ആദ്യം ചോദിച്ചത് എൻ്റെ ബൈബിൾ എനിക്ക് തരാനാണ്. നേഴ്സുമാരോട് പറഞ്ഞു. അവർ പറഞ്ഞു, ചേട്ടാ ഇപ്പം ബൈബിളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, എനിക്ക് ബൈബിൾ വേണം. ഞാൻ എന്നും വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്, എനിക്ക് ബൈബിൾ കൊണ്ട് തരണം എന്ന് പറഞ്ഞു. ഞാനപ്പം മോൻ എന്നോട് പറഞ്ഞു, മമ്മി ഈ ബൈബിൾ കൊണ്ടുപോവാ, പപ്പ നിർബന്ധം പിടിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ തന്നെ വലിയ ബൈബിൾ എടുത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു ബൈബിൾ കൊണ്ട് കൊടുത്തു. അന്നേരം മുതൽ പുള്ളി ബൈബിൾ വായിക്കുകയും
എല്ലാം ചെയ്ത് പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി. വീട്ടിലാണെങ്കിലും കിടക്കേ കിടന്നായിരുന്നു. പിന്നെ യൂറിനും എല്ലാം മോഷനും എല്ലാം എടുക്കുന്നത്. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു 10 മാസത്തോളം ബെഡിൽ കിടക്കണമെന്ന് പറഞ്ഞു. പക്ഷേ മാതാവ് കൈവിട്ടില്ല. 4-ാം മാസം എഴുന്നേറ്റ് പയ്യെ വോക്കറെ നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞേച്ച് എന്താ പറയുക, ഇപ്പം സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് ഇവിടെ വരെ എത്തിച്ച ദൈവത്തിനും മാതാവിനും 1000 കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു ഞാനും എൻ്റെ കുടുംബം.